ആനപ്രേമികൾ ഹൃദയത്തിൽ കുറിച്ചിട്ട നാമം കർണൻ. തലമുറകൾ അളന്നു തിട്ടപ്പെടുത്തിയ അളവുകോലുകൾക്കും വെല്ലുവിളികൾക്കും പൂരപ്പറമ്പുകളിൽ മറുപടി തരാം എന്ന് ഓരോ പൂരാഘോഷ കമ്മിറ്റികളും ഉത്തരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവൻ വരും എന്നുള്ള ഉറപ്പിന്മേലായിരുന്നു. എന്നാൽ 4 വർഷം മുമ്പ് ഇന്നേ ദിവസം ജനുവരി 28 പകരം വയ്ക്കാനില്ലാത്ത പേരും പെരുമയും ബാക്കിയാക്കി ഉത്സവ കേരളമടക്കി ഭരിച്ച നിലവിന്റെ തമ്പുരാൻ അരങ്ങൊഴിഞ്ഞു. കർണന്റെ തിരുമേനി ഒഴികെ അവനെ അഴിച്ചു വഴി നടത്തിയ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ചട്ടക്കാരെല്ലാം കർണനെ അവസാനമായി ഒരു നോക്ക് കാണാൻ മംഗലാംകുന്നെത്തിയിരുന്നു. കർണന്റെ വിയോഗത്തിൽ ഉള്ളുനുറുങ്ങുന്ന വേദനയുമായി നിൽക്കുമ്പോഴും ഓരോ ആനപ്രേമികളും ഓർത്തത് കർണന്റെ തിരുമേനിക്കിതെങ്ങനെ താങ്ങാൻ കഴിയും? തിരുമേനി ഇപ്പോൾ എവിടെയായിരിക്കും? വർഷങ്ങൾക്ക് ശേഷം ആ ദിവസത്തെക്കുറിച്ച് തിരുമേനി. പുലർച്ചെ നമ്മുടെ ഒരു കൂട്ടുകാരൻ അനന്തുവാണ് വിളിച്ചു പറയുന്നത്, കർണാൻ അങ്ങനെ ചെരിഞ്ഞ് തിരുമേനി എന്ന് പറഞ്ഞാണ് വിളിക്കണത്. അപ്പം ഞാൻ വെറുതെ പറയലടാന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിങ്ങനെ ഓണാക്കി നോക്കിയപ്പോഴാണ് സ്റ്റാറ്റസുകളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. പിന്നെ നമ്മൾ മനസ്സിലായി പറഞ്ഞ സത്യം തന്നെയാണ്, ചെരിഞ്ഞു എന്നുള്ളൊരു കാര്യം മനസ്സിലായി. പിന്നെ തൊട്ടടുത്താണ് നമുക്ക് വരാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നോക്കായിരുന്നു. പിന്നെ ഞാൻ അവിടെ പെട്ടുകൊണ്ട് നമുക്ക് അങ്ങനെ വരാൻ പറ്റില്ലല്ലോ. കൊറോണയുടെ ഒന്നാമത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയം ആയിരുന്നു. അത് മാത്രമല്ല വരണമെന്ന് വിചാരിച്ചിരുന്ന ചെറിയതിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ ലീവ് എല്ലാം സാങ്ഷനായിട്ട് വരണമെന്ന് പറഞ്ഞിരുന്നതാണ്. പിന്നെ എന്തോ കൂടുതൽ സ്നേഹമുള്ള ആൾക്കാരെ അങ്ങനെ അടുപ്പിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഇരിക്കാം, നമ്മളെ അടുപ്പിക്കാൻ പറ്റിയില്ല. ഞാനൊഴികെ ബാക്കി ഒരു ഇതാഴ്ചയുള്ള എല്ലാ ആനക്കാരോടെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും എടുത്തെടുത്ത് തന്നെ പറഞ്ഞു, തിരുമേനിക്ക് മാത്രം എത്താൻ പറ്റിയിട്ടില്ല. അതൊക്കെ ഇപ്പോഴും കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണത്. പിന്നെ അവിടുത്തെ റേഡിയോയിലടക്കം പറയും, ഇങ്ങനെ പറഞ്ഞു കാരണം തലയെടുപ്പുള്ള ആനങ്ങനെ ചെരിഞ്ഞു എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പിന്നെ അത്രയും ആൾക്കാരിങ്ങനെ സ്റ്റാറ്റസും നമ്മൾ ഇതന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ നമുക്കിങ്ങനെ സഹിക്കാൻ പറ്റില്ലല്ലോ. ന്യൂസിനകത്ത് മൊബൈലിലൊക്കെ അങ്ങനെ തന്നെയല്ല അന്നത്തെ ഒരു സംസാരം മുഴുവൻ, അന്നത്തെ അല്ല ആ ഒരു കാലഘട്ടത്തിൽ സംസാരം ഫുള്ള് തന്നെയായിരുന്നല്ലോ. ഇവിടുന്ന് വേറെ ആൾക്കാരൊക്കെ വിളിച്ചായിരുന്നു? കുറേ ആൾക്കാർ വിളിക്കും, മെസ്സേജ് അയക്കലെല്ലാം ഉണ്ടായിരുന്നു. നമ്മളെ കൂടുതൽ റെസ്പോണ്ട് ചെയ്യാൻ പോയൊന്നുമില്ല. മംഗലാംകുന്നത്തു നിന്നുള്ള അന്നത്തെ നമ്മുടെ കൂടെ നിന്ന് പാപ്പന്മാരൊക്കെ അവരെയൊക്കെ വിളിച്ച് അന്വേഷിക്കുമായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ വിവരങ്ങൾ? നമ്മുടെ കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വീഡിയോ കോളൊക്കെ വിളിക്കുമ്പോൾ കാണും. ഇടയ്ക്ക് അങ്ങനെ ഫ്രീ ആയിരുന്നപ്പോൾ ചോദിക്കും, എവിടെ കർണാൻ ഇവിടെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെ ഉണ്ട് എന്ന് പറയും. പിന്നെ നമ്മുടെ ഡ്യൂട്ടി ടൈമിൻ്റെ വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ പറയും വീഡിയോ കോൾ വിളിച്ചൊന്ന് കാണിച്ചു തരാമെന്ന് പറയും. അങ്ങനെയൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിനും അപ്ഡേറ്റ് ആണല്ലോ. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈനിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എനെങ്കിലും വിളിക്കും. എല്ലാവരും എല്ലാ കാര്യങ്ങളും പബ്ലിസിറ്റി ആക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ അതിനായിട്ട് തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ പ്രതീക്ഷിക്കാതെ ഒരു സംഭവം നടന്നത്. അതിപ്പോൾ നമ്മളിലൂടെയും പിന്നെ ഇപ്പോൾ ആനകളിലൂടെയും ഇപ്പോൾ കർണൻ്റെ രൂപച്ചായത്തിലും മുഖച്ചായത്തിലും വേറെ ആന വന്നപ്പോൾ അതിലൂടെയും മനസ്സിൽ എല്ലാവരുടെയും വീണ്ടും പുനർജീവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ മുഖച്ചായയിലൊക്കെ അക്കരമ്മൽ മോഹനാന, ചില ടൈമിൽ കുഞ്ചുവാനൊക്കെ ആയിട്ട് സാദൃശ്യം വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ഒരു ഫോട്ടോ കാണിച്ചു തന്നതിൽ കണ്ടില്ല, കുഞ്ചുവാന കർണാനുള്ള ലുക്കിൽ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഈ 3.5 വർഷത്തെ ആനയായിട്ടുള്ള നമ്മുടെ ആ ഒരു കൂട്ടുകെട്ട് അന്ന് ആരായിരുന്നു കൂടെ കൂടുതലും സമയം നിന്ന്? നമുക്ക് ഫസ്റ്റ് നമ്മൾ ആന വയ്ക്കുമ്പോൾ സുന്ദരനും കിച്ചുണ്ണിയായിരുന്നു. പിന്നെ ആ കൊല്ലം തന്നെ സുന്ദരൻ പോയി. പിന്നെ കിച്ചുണ്ണി ഉണ്ടായിരുന്നു. അത്യാവശ്യം കിച്ചുണ്ണിയാണ് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. പിന്നെ ചില പ്രശ്നങ്ങൾ കൊണ്ട് അവൻ പോയി. പിന്നെ ലാസ്റ്റാണ് ശരൺ എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ, തമിഴ്നാട്ടിൽ നിന്നുള്ള പയ്യനായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഞാൻ കെട്ടിപ്പോരുന്നവരവൻ തന്നെയായിരുന്നു കൂടെ. ഈ കുറച്ച് ആനയൊക്കെ ചുമതല അഴിച്ചു, ഒത്തിരി ആന അഴിച്ചില്ലെങ്കിലും കുറച്ച് ആനകളെ ചുമതല അഴിച്ചു. അപ്പോൾ അതിൽ നിന്നൊക്കെ കർണന് ഉള്ള വ്യത്യാസങ്ങളോ അതിൻ്റെ സ്വഭാവത്തിലുള്ള ഒക്കെ എന്തൊക്കെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്? കൃഷ്ണകുട്ടി ആന എന്ന് പറയുമ്പോൾ കുറച്ച് വഴക്കുള്ള ആന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആന, നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള. കാരണം ആന പറഞ്ഞാൽ നമ്മളങ്ങനെയല്ല, നമ്മളെന്ത് പറയണോ അത് മൂപ്പരാൾ, അല്ലെങ്കിൽ നമ്മളെന്ത് പറയും അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യുന്നൊക്കെ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുന്ന ഒരു ആനയാണ്. ഭയങ്കര ബുദ്ധിയാണ് ഓരോ കാര്യത്തിൽ. നമ്മളൊരു കാര്യമൊക്കെ ഓരോ പ്രാവശ്യം പറഞ്ഞാലും കാണിച്ചു കൊടുക്കാനായാലും ഭയങ്കര പവറാണ് ആനയ്ക്ക്. എല്ലാം തിരിച്ചറിഞ്ഞ് ചെയ്യാൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും.
പിന്നെ അത് അങ്ങനത്തെ ആനക്കാരാണ് അതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. കർണൻ സ്വാമിയേട്ടനായാലും നാരായണേട്ടനായാലും എല്ലാം പേര് കേട്ട ആനക്കാരാണ് അതിനെ കൊണ്ടു നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു പവർ ആനയ്ക്ക് ഓൾറെഡി ഉണ്ടാവും. നമ്മളെ കയ്യിലൊരു ഘടകം ഇത്ര തന്നെ. പഴയ ആനകൾ തൊട്ട് പുതിയ ഒരു വിധം ആനകൾ വരെ കട പിടിച്ച് നിന്നു അങ്ങനെ നിന്നു. പിന്നെ അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിലൊന്നും വല്ലാണ്ട് തല താത്തേണ്ടി വന്നിട്ടില്ല ഈ ആനയിട്ട് വിട്ട്. ആനയ്ക്കൊരു വാശി, നമുക്കൊരു വാശി. പിന്നെ അവിടെ ചെന്നാലും നമുക്ക് നല്ലൊരു പേര്, ആനയ്ക്കും അതെ. അവിടെ ചെന്നാലും സ്വീകരണം കാര്യങ്ങൾ എല്ലാവരും കുട്ടികളെയും അച്ഛനമ്മമാരെ നോക്കണ പോലെയാണ് നോക്കുക. ചില കമ്മിറ്റി സ്ഥലത്തൊക്കെ സ്ഥിരമായിട്ട് 10 കൊല്ലം 15 കൊല്ലമൊക്കെ പോണ കമ്മിറ്റിക്ക് നമ്മളെ ആവശ്യമില്ല എനിക്ക്. അങ്ങനെയാവും ആന. അവർ കൂടെ കളിയിൽ നയിക്കുന്നു, തിന്നാൻ കൊടുക്കലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത് ഫ്രണ്ട്ലിയായിട്ട് അങ്ങനെയാവും. പെരുവലൂരെ കമ്മിറ്റിക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിന്ന് വേണ്ട എനിക്ക്. അങ്ങനത്തെ ഒരവസ്ഥയാണ്. ഈ കർണനാന നീര് സമയത്ത് നമ്മളോടുള്ള പെരുമാറ്റങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അത് നീരിൽ കെട്ടിക്കഴിഞ്ഞാൽ അഴിക്കുന്നവർ ഒന്നാമതൊന്നും തിന്നില്ല. കർണാന ഒന്നും തിന്നില്ല. കാരണം നമ്മൾ നീരിൽ കെട്ടണതിന് മുമ്പ് നമ്മൾ എത്ര ശരീരമായി മാറിയോ അതിൻ്റെ പകുതിയിലധികം ആന താഴും. ഒരു വസ്തു തിന്നില്ല. പിന്നെ ഫസ്റ്റ് കൊല്ലമൊക്കെ ഞാൻ നീര് കെട്ടുമ്പോൾ നമുക്ക് വലിയൊരു അനുസരണം, അല്ലെങ്കിൽ നമുക്ക് എല്ലാം ചെയ്തു തരുന്നുള്ള, എന്നാലും എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്തു തരും. പട്ട മാറ്റിയിട്ട് എല്ലാം കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടില്ല. എന്നാലും രണ്ടാമത്തെ കൊല്ലമൊക്കെ നമ്മൾ അത്യാവശ്യം നമുക്കൊന്ന് ഇരുത്തി കഴുകാം എന്നുള്ള ലെവലിലേക്കൊക്കെ ആന മാറി. ശല്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തറയിൽ വൃത്തിയാക്കാനും എല്ലാത്തിനും ആന സഹകരിച്ച് തന്നിരുന്നു. പിന്നെ കഞ്ഞി കുടിക്കേണ്ട കാര്യങ്ങളായാലും കുറച്ചൊക്കെ ഒന്ന് അനുസരണ തുടങ്ങിയിരുന്നു രണ്ടാമത്തെ കൊല്ലമൊക്കെ ആന നീര് കഴിക്കുമ്പോൾ. മൂന്നാമത്തെ കൊല്ലം പിന്നെ പ്രളയവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ ആനയ്ക്കുണ്ടായിരുന്നു. ഇനിയും അഴകളവുകൾ കൊണ്ട് ആവേശം വിതറുന്ന കരിയഴകുകൾ വന്നു ചേരും. ഇനിയും പൂരപ്പറമ്പുകൾ ആരവങ്ങൾ കൊണ്ട് നിറയും. പക്ഷേ നിനക്കു പകരം മറ്റാരുമാകില്ല കർണ. ആനക്കേരളത്തിന്റെ തമ്പുരാന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. 1000 പടകൾ ഒത്തുചേർന്ന് ഒറ്റപ്പെടുത്താൻ നോക്കിയ പാർക്കാടിയുടെ മണ്ണിലേക്ക് അവൻ വീണ്ടും വരുന്നു. മംഗലാം കുന്ന് തമ്പുരാൻ. നമ്മളെല്ലാവരും പൂരം കഴിഞ്ഞ് പോകുന്ന സമയമായി, അതായത് എല്ലാവരും പിരിഞ്ഞു പോകുന്ന ഒരു ടൈമിലാണ് ആ ഒരു മത്സരം അവിടെ ഉണ്ടായത്. എനിക്കിപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ലാസ്റ്റ് ചുള്ളിപ്പറമ്പിലാൻ്റെ